കൊല്ലം സുധി മരിച്ചുപോയ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് രേണുവായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു. ഞങ്ങളുടെ സുധിച്ചേട്ടൻ്റെ ഭാര്യയെ തന്നെ നിനക്ക് കല്യാണം കഴിക്കണമായിരുന്നു, വേറെ ആരെയും കിട്ടിയില്ലേ വിവാഹം കഴിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് വേണമായിരുന്നോ നിങ്ങൾക്ക്? ആ ക്യാപ്ഷൻ എന്തായിരുന്നു? ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ക്യാപ്ഷനാണ്? അല്ല, ഈ ക്യാപ്ഷനെ കുറിച്ച് എനിക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അവരെൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനേക്കാളും ഇത് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. സുനിൽ നന്ദമാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് രേണു സുധി ഇനി മുതൽ രേണു മനു. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടായത്. മെൻ്റലി നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആ ഒരു ഫീൽഡിലല്ല വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഡോക്ടർ മനു ഗോപിനാഥനാണ്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ഈ കുറച്ച് നാളുകളായിട്ട് കുറച്ച് നാളൊരു ഫോട്ടോഷൂട്ടാണ് താങ്കളെ ഇങ്ങനെ ഭയങ്കര വൈറലാക്കിയതും വലിയ ചർച്ചയിലേക്ക് എത്തിച്ചതും നിങ്ങൾക്കും പേഴ്സണലി ഗുണവും അതിനേക്കാൾ ഏറെ ദോഷവും ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്ക് നമ്മുടെ കൊല്ലം സുധി മരിച്ചുപോയ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് രേണുവായിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ചർച്ചയിലേക്ക് എത്തിച്ചത്. ശരിക്കും എന്താ സംഭവം? അത് പൊതുവേ പബ്ലിക്കിൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഞാൻ രേണുവിനെ അപ്രോച്ച് ചെയ്ത് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് എന്നുള്ളതാണ് പബ്ലിക് ധരിച്ചു വെച്ചിരിക്കുന്നത്. പബ്ലിക് വിചാരിച്ച കല്യാണം കഴിഞ്ഞു, പലരും അങ്ങനെ ആക്കിയത്. അതെ അതെ. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിട്ര ബ്യൂട്ടി ക്ലിനിക് എന്ന് പറഞ്ഞിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ബ്യൂട്ടി ക്ലിനിക്കിന് വേണ്ടി ചെയ്തൊരു അഡ്വർടൈസ്മെൻ്റ് ആണത്. അവരുടെ അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ കൊല്ലം സുധിച്ചേട്ടൻ്റെ വൈഫ് രേണുവിനെ വെച്ചിട്ടല്ല പ്ലാൻ ചെയ്തത്. നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് സ്റ്റാർ മാജിക്കിൽ മുമ്പുണ്ടായിരുന്ന അനുമോൾ എന്ന് പറഞ്ഞിട്ടൊരാളെ, അനുവിനെ വെച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അനു തന്നെയാണ് ശരിക്കും ആ പ്രോജക്റ്റിൽ നിന്ന് മാറുന്നത്. ഈ റീസൺ തന്നെ പറഞ്ഞിട്ട് അനു മാറുന്നത് ഈ വെഡിങ് ഫോട്ടോഷൂട്ട് പോലെ. അതെ അതെ അതെ. അപ്പം കല്യാണം എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാരണം ആ കുട്ടി അതിന് മുമ്പ് അതുപോലെ ഒരു ഷൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഷൂട്ട് ചെയ്തിരുന്നതിൻ്റെ പേരിൽ അനുവിൻ്റെ വിവാഹമായി എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ വരും. ആ കുട്ടി ലൈവിൽ വന്നിട്ട് അത് ക്ലിയർ ചെയ്യുകയൊക്കെ ചെയ്തു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം എത്ര ക്ലാരിഫിക്കേഷൻ കൊടുത്താലും ഇങ്ങനെയുള്ള സാധനങ്ങളിൽ പബ്ലിക്കലി ക്ലാരിറ്റി വരാൻ വലിയ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വർക്ക് ചെയ്യുന്നില്ല ചേട്ടാന്ന് വളരെ സ്നേഹത്തോടെ തന്നെ നമ്മുടെ ആ ഡിസ്കഷനിൽ തന്നെ ആ കുട്ടി പറഞ്ഞു. അതിനുശേഷം ആ കുട്ടി എന്നെ സജസ്റ്റ് ചെയ്തു, അവിടെ എന്താണ് സ്റ്റാർ മാജിക്കിൽ തന്നെയുള്ള ശ്രീവിദ്യ എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ അവർക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു നോക്കട്ടെ, താല്പര്യം ഉണ്ടെങ്കിൽ പറയാമെന്ന്. അപ്പം ഞാൻ ആ കുട്ടിയോട് പറഞ്ഞ കാര്യം ഇത് അനുവിനെ വെച്ചിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അനു വൺസ് ഇല്ലെങ്കിൽ വേണ്ട, ഇനി വേറെ ആ ഒരു ആർട്ടിസ്റ്റ് വരുന്നത് വരെ ഞാൻ വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളല്ല, വർഷത്തിലൊരു പ്രോജക്റ്റ് അങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ എന്താ പറയുക, ഇനി ആരെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ അങ്ങനെ വരുമ്പോഴാണ് ഇത് രേണുവിലേക്ക് വരുന്നത്. കാരണം രേണു സോഷ്യൽ മീഡിയയിൽ കുറച്ച് ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ രേണുവിനോട് അത് ചോദിക്കുമ്പോൾ രേണു റെഡിയായിരുന്നു ചെയ്യാൻ. വൺസ് രേണു റെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വേറൊരാളിലേക്ക് പോയില്ല, രേണുവിനെ വെച്ച് ചെയ്തു. ഇതാണ് സംഭവം. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഇങ്ങനെ ഒരു ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ അനു ഓൾറെഡി പറഞ്ഞു ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ രേണുവിനെ വെച്ച് നമ്മൾ ചെയ്യുമ്പോഴും ഈ സെയിം ഇഷ്യൂ അവിടെ ഉണ്ടാവാൻ സാധ്യത നമുക്ക് ഓൾറെഡി ഒരു ബോധ്യം ഉണ്ടായിരുന്നില്ലേ? അതെ, ഉറപ്പായിട്ടുണ്ട്. ഓക്കെ, അത് രേണുവിനോട് സംസാരിച്ചിരുന്നു? രേണുവിനോട് അത് സംസാരിച്ചിരുന്നു, ആ ടീമും ഫുള്ള് സംസാരിച്ചിരുന്നു. ആഡ്വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ടീമാണ് അത് ചെയ്തത്. അപ്പം നമ്മൾ ഡിസ്കഷൻ തുടക്കം തൊട്ടേ ഉണ്ടല്ലോ. അപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരാൾ അതിലേക്ക് വരുമ്പം, എസ്പെഷ്യലി രേണുവിനെ പോലെയുള്ള ഒരാൾ അതിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില കൺഫ്യൂഷൻസ് ഉണ്ടാവും എന്ന് രേണുവിനും അത് അറിയായിരുന്നു. മീൻസ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി ആയിക്കോട്ടെ ആരായിക്കോട്ടെ, ചിലപ്പോൾ അവരുടെ ഒരു തോട്ടം അവരുടെ ഒരു പ്ലാൻ ആയിരിക്കും, സംഭവം വൈറലായി, സംഭവം എല്ലായിടത്തും എത്തി, ലോകം മൊത്തം എന്താ പറയുക, എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഇതൊരു ചർച്ചയായി. കാരണം സുധിച്ചേട്ടനെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും രേണു പെട്ടെന്നൊരു കല്യാണത്തിലേക്ക് എത്തിയോ എന്നൊരു ഡൗട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്.
അവിടെ അപ്പോൾ ഇത്രയും ഇതിലേക്ക് എത്തുമ്പോൾ എവിടെയെങ്കിലും നിങ്ങളായിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ല, ഇതൊരു അഡ്വർടൈസ്മെന്റ് ആണെന്നുള്ള രീതിയിലൊരു പ്രചരണം നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ടോ? അതായത് ഓൾറെഡി ഈ പോസ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഞാൻ അവിടെ ചെയ്ത, അതായത് ഓൾറെഡി ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ ഫോട്ടോസ് മാത്രമായിട്ട് ഇടണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാപ്ഷൻ വേണോ, അങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ നമ്പർ അതിൽ വെക്കണം. അതായത് എന്ത് സാധനം ചെയ്തെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ നമ്പർ പ്രൊവൈഡ് ചെയ്യാൻ ഞാൻ റെഡിയാണ്. ആർക്കെന്ത് വൺസ് ഞാൻ അവിടെ നമ്പർ വെക്കുന്ന എന്താണ് ഉദ്ദേശം, ആർക്ക് എന്ത് ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും എന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി മെത്തേഡെന്നേ ഞാൻ കണ്ടുള്ളൂ. അപ്പം അവർക്ക് ആ നമ്പർ എടുക്കുക, വിളിച്ച് ക്ലാരിഫൈ ചെയ്യാം, ഇത് ഫോട്ടോഷൂട്ടാണോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആണോ, യഥാർത്ഥ വിവാഹമാണോ, എന്താണെന്നുള്ളത് അവർക്ക് ക്ലാരിഫൈ ചെയ്യാം. പക്ഷേ ഇവിടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഈ സെയിം കണ്ടന്റ് എടുത്ത് വെച്ച് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ഒരുപാട് പേരെ ഞാൻ കണ്ടു. ഒരൊറ്റ ആൾ പോലും അവരെ എൻ്റെ പേജ് കിടക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രൊഫൈലിൽ എന്താണോ ഹൈലൈറ്റ് ആയി കിടക്കുന്ന ഈ സാധനമെല്ലാം ഇവർ വായിച്ചിട്ടുണ്ട് ഇതിനകത്ത്. അതായത് അവരുടെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി അവർ വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റിൽ പറയുന്നുണ്ട് എന്ന് സ്നേഹപൂർവ്വം ആളെ നമ്പറും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കാൻ ഒരാൾ പോലും തയ്യാറായിട്ടില്ല. അപ്പോൾ ഇവർക്കും വേണ്ടത് നമ്മളെന്താണോ ഇപ്പം പ്രസൻ്റ്ലി ആയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളത്, ആ ഒരു അവസ്ഥയെ ചൂഷണം ചെയ്യുക. ഇപ്പം ഞാൻ ചൂഷണം ചെയ്തു എന്നാണ് പറയുന്നതെങ്കിൽ ഇവരും ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഇപ്പോൾ ഇതിന് ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു, പ്രോബ്ലങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ പ്രോബ്ലങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് മെൻ്റലി നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആവും. കാരണം നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതായത് വളരെ നല്ല കമൻസും അതേപോലെ തന്നെ വളരെ മോശം കമൻസും വരും. വളരെ നല്ല കമൻസ് നമ്മൾ വായിക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സന്തോഷമായിരിക്കും. പക്ഷേ നല്ല കമൻസ് എന്താ വന്നേക്കുന്നത്? നല്ല കമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഇതുപോലുള്ള വർക്കുകൾ ഇനി നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾ വീണ്ടും ഉയരങ്ങളിലേക്ക് എത്തട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്നൊക്കെയുള്ള അങ്ങനത്തെ നല്ല കമൻസ്. മോശം കമൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സൂചിച്ചേട്ടൻ്റെ ഭാര്യയെ തന്നെ നിനക്ക് കല്യാണം കഴിക്കണമായിരുന്നോ, അല്ലെങ്കിൽ വേറെ ആരെയും കിട്ടിയില്ലേ വിവാഹം കഴിക്കാൻ, പിന്നെ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എന്താ പറയുന്നത് ഒരു ക്യാപ്ഷൻ ഇട്ടിട്ട് വേണമായിരുന്നോ നിങ്ങൾക്ക്. അത് ക്യാപ്ഷൻ എന്തായിരുന്നു? ആ ക്യാപ്ഷൻ എന്ന് പറയുന്നത് എന്താ പറയുക, ശരിക്കും ആ ക്യാപ്ഷൻ ആരാ ഇട്ടത്? വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ് ശരിക്കും ആ ക്യാപ്ഷൻ. നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു ക്യാപ്ഷൻ? അല്ല, ഈ ക്യാപ്ഷനെ കുറിച്ച് നമ്മളോട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുമല്ലോ, സ്വാഭാവികമായിട്ടും എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്ക് ഈ ക്യാപ്ഷനെ കുറിച്ച് അറിയുകയും ചെയ്യായിരുന്നു. പക്ഷെ അവരെൻ്റെ അടുത്ത് ലാസ്റ്റ് പറഞ്ഞൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലെവലിനേക്കാളും ഇത് കുറച്ചും കൂടെ പോളിഷ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അതായത് ഇതേപോലെ ആയിരിക്കില്ല, കുറച്ചും കൂടി മാറ്റങ്ങൾ ഇതിൽ വരുത്താൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. മാറ്റങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ചും കൂടെ വേറൊരു ലെവലിലായിരുന്നു ഈ ക്യാപ്ഷൻ. അതായത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരുന്ന ലെവലിലുള്ള ഒരു സാധനമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അത് ഒട്ടും ശരിയാവത്തില്ല. കാരണം നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തു എന്ന് പറഞ്ഞിട്ട് പബ്ലിക്കിനെ കൊണ്ട് മൊത്തം നെഗറ്റീവ് പറയിക്കുക എന്നുള്ളതല്ലല്ലോ. സ്വാഭാവികമായിട്ടും നമുക്ക് റീച്ച് ചെയ്യണം. ഈ വേറൊരു കാര്യം കൂടെ പറഞ്ഞാൽ, ഈ ക്യാപ്ഷൻ മാത്രമല്ല, ഞാനിപ്പം ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇനി ഒരു ക്യാപ്ഷൻ വിത്തൗട്ട് ക്യാപ്ഷൻ ആണെങ്കിൽ, നോ ക്യാപ്ഷൻ എന്നും പറഞ്ഞ് എഴുതിയിട്ടിരുന്നാൽ പോലും ഈ കണ്ടന്റ് ശ്രദ്ധിക്കപ്പെടും, വൈറലാവുന്ന 100% ഷുവറാണ്. പക്ഷേ ഇങ്ങനെ ഒരു ക്യാപ്ഷൻ വന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ ഒരു ഡെപ്ത് കുറച്ചും കൂടെ കൂട്ടി, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ റീച്ചിൽ ഹാപ്പിയാണോ അല്ലെങ്കിൽ വിഷമമാണോ? ഈ റീച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ് സക്സസ് ആവുക എന്ന് പറഞ്ഞത് ഏതൊരു ആർട്ടിസ്റ്റ്, ഇപ്പോൾ താങ്കൾ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്നു, 2 പേരെ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമല്ല. അതേസമയം മില്യൺ വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സന്തോഷമാണ്. അപ്പം ആ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100% സന്തോഷമാണ് നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റ്. കാരണം അതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് നാളെ വേറൊരു പ്രോജക്റ്റ് കിട്ടാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ആ തലത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, നമുക്ക് പല നെഗറ്റീവ് കമൻസും കേൾക്കുമ്പം നമ്മളും മനുഷ്യരല്ലേ, സ്വാഭാവികമായിട്ടും നമ്മളെന്ത് നമ്മളിപ്പോൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളിതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് എല്ലാ കമൻസൊന്നും ഞാൻ വായിക്കാൻ നിൽക്കാറില്ല. തുടക്കത്തിൽ കുറച്ച് കമൻസൊക്കെ വായിച്ചപ്പോൾ തന്നെ തകർന്നടിഞ്ഞിട്ട് ഞാൻ കമൻസ് വായിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. പക്ഷേ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തരും,
ഇങ്ങനെയുള്ള കമന്റ്സ് അല്ലെങ്കിൽ അവർ നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേറ്റഡ് ആവുന്ന രീതിയിലുള്ള കമന്റ്സ് ഇവര് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊക്കെ അയച്ചു തരും. അപ്പൊ അത് അയച്ചു തരുമ്പോൾ വായിച്ചിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ സുധിച്ചേട്ടന്റെ വൈഫ് ഇനിയിപ്പോ വേറൊരു വിവാഹത്തിന് തയ്യാറെടുക്കണമെങ്കിൽ അത് ഓരോരുത്തർ പേഴ്സണൽ ഇഷ്ടമാണ്. ഇനി അതിനൊരാൾ പോയി ഞങ്ങളുടെ സുധിച്ചേട്ടന്റെ ഭാര്യനെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ചീത്ത പറയേണ്ട ആവശ്യങ്ങൾ എന്തിനാന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അതൊരു റിയൽ ആയിട്ടുള്ള ഒരു കല്യാണം ഫോട്ടോഷൂട്ട് ആണെങ്കിലും എനിക്കറിയില്ല അതിനെന്തിനാണ് ആൾക്കാർ ഇത്ര അധികം ചീത്ത വിളിക്കണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ തെറ്റിദ്ധാരണയിലാണ് ആൾക്കാർ കയറി പിടിച്ചതെന്ന് തോന്നുന്നുണ്ട്. ഇത് കല്യാണം കഴിച്ചിട്ടുമില്ല, അന്ന് കല്യാണം കഴിച്ചതായിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് ആളുകളിലേക്ക്. അവിടെയാണ് വേറൊരു പ്രശ്നം കിടക്കുന്നത്. ഇപ്പം ഫസ്റ്റ് ഇപ്പം നമ്മൾ ഇട്ട ആ ഒരു പോസ്റ്റിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. തൊപ്പിക്കാരൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം ഐ ഡിന്ന് എനിക്കൊരു റിക്വസ്റ്റ് വരുന്നു. അതായത് ചേട്ടാ ഞാനൊരു കൊളാബ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് വന്നത്. മീൻസ് ഒരു മെസ്സേജും കൂടെയാണ്. അപ്പോൾ മെസ്സേജ് റിക്വസ്റ്റ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സംഭവം ഞാൻ കണ്ടു. നമ്മൾ ഫോട്ടോസ്, നമ്മൾ ഈ ക്യാപ്ഷൻ എല്ലാം ഒന്നും ആ സമയത്തെ മാനസികാവസ്ഥ അറിയാമല്ലോ. കുറേ ഫോൺ കോൾസ് വരുന്നു, പല വഴിക്കായിട്ട് തെറി വിളിക്കുന്നു, കുറച്ച് പേര് കൊള്ളാൻ നന്നായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ നമ്മളിതൊന്നും അങ്ങോട്ട് വായിച്ച് നമുക്ക് പറ്റിയെന്ന് വരില്ല. സ്വാഭാവികമായിട്ടും ഇത് അക്സെപ്റ്റ് ചെയ്തു. ഇതിന് ശേഷം നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപ്ഷൻസ് നോക്കിയായിരുന്നു. ഇത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാപ്ഷൻസ് നോക്കിയില്ല, കാരണം ഫോട്ടോസ് അല്ലേ ഇതിന്റെ അടിയിൽ വരുന്ന സാധനം. നമ്മൾ അങ്ങനെ ആ കൊളാബിൽ അതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, അതുവരെ പ്രശ്നങ്ങളുണ്ട്. ഇതിന്റെ അടിയിൽ വരുന്ന കമന്റ്സിന് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇദ്ദേഹം എഴുതിയിട്ടിരിക്കുന്ന സുനിൽ നന്ദമാണ് അദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം എഴുതിയിരിക്കുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നത് രേണു സുധി ഇനി മുതൽ രേണു മനു എന്ന്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു പ്രശ്നം ഉണ്ടായത്. അതായത് ഇത് ഫിക്സ് ചെയ്ത ആൾക്കാർ ഇത് ഒറിജിനൽ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നത്. അപ്പം പല ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ വന്നിരുന്ന അവരുടെ വീഡിയോസ് ഇങ്ങനെ ഷെയർ ചെയ്ത് തരുമല്ലോ. ഞാൻ പറഞ്ഞില്ല, അപ്പം ഞാൻ പേഴ്സണലി കാണുന്നത് കൊണ്ട് എനിക്ക് ഷെയർ ചെയ്ത് കിട്ടിയത് കൊണ്ട്. അപ്പം അതിൽ നോക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട് എന്നെ ഭയങ്കരമായിട്ട് മോശമായിട്ട്, ഞാൻ എന്തർത്ഥത്തിലാണ് രേണു സുധി ഇനി മുതൽ രേണു മനു എന്ന് എഴുതി. അപ്പം ഞാൻ നമ്മുടെ ടീമിൻ്റെ അടുത്ത് ഡിസ്കഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ അടുത്ത് പറയും ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത്, ഞാൻ എവിടെയാണ് ഇങ്ങനെ ഒരു കണ്ടന്റ് എഴുതിയെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ നോക്കുമല്ലോ ഇങ്ങനെ പറയുന്ന സാധനം. അങ്ങനെ നോക്കുമ്പോഴാണ് ഇതിലാണ് ഈ സാധനം കിടക്കുന്നത്. തന്നെ കാരണം കൊളാബ് ചെയ്തേക്കുന്നതുകൊണ്ട് എൻ്റെ പേജിലും രേണുവിന്റെ പേജിലും ഇത് വരും. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. രേണുവും ഒരു പക്ഷേ ഈ പറഞ്ഞ അവര് നാടകമൊക്കെ ചെയ്യുന്നതല്ലേ, അപ്പൊ ഡേ ടൈമിലായിരിക്കും അവർ ഉറങ്ങുന്നത്, നൈറ്റിൽ അങ്ങനെ. അപ്പം ബിസിയാണ്. അപ്പൊ ചിലപ്പോൾ അവരും അത് വായിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു സാധനം. പക്ഷെ കൊളാബ് വരുമ്പോഴത്തേക്കും നമ്മളോട്ടൊരു സ്നേഹം ഇല്ലാത്ത ഒരാൾ അല്ലെങ്കിൽ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സാധനം വെച്ച് നമുക്കാരും കൊളാബ് ചെയ്യാൻ വരത്തില്ല. അപ്പൊ അങ്ങനെ വന്ന ഒരു പ്രശ്നമാണ് ശരിക്കും. ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കത്തിച്ചു. പക്ഷെ അതിനടിയിൽ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് പിന്നീട് വായിച്ചു നോക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ്. കല്യാണം കഴിക്കണമെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ലേ, ഫോട്ടോഷൂട്ടോ ഇതൊക്കെ ചെയ്യുന്ന അവരുടെ ഇഷ്ടമല്ലേ, ഇവരൊന്നും ചെയ്യാതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കൊണ്ട് ചെലവിന് കൊടുക്കും, ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഈ ഫസ്റ്റ് സാധനം എഴുതി വെച്ചേക്കുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്, ഇതൊരു ആഡ് ആണെന്ന് പറയുമ്പോൾ ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. ആ ക്രിയേറ്റിവിറ്റിനെ വേറെ രീതിയിൽ വളച്ചൊടിക്കുന്നതാണ് ഇത്രയും വിഷയങ്ങൾക്കൊരു തുടക്കം. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ എവിടെയോ നമുക്കും ഒരു അശ്രദ്ധ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മുടെ പേജിലേക്ക് വന്നൊരു കൊളാബ് അതെന്താണെന്ന് വ്യക്തമായിട്ട് നോക്കാതെ ആക്സെപ്റ്റ് ചെയ്തതിൻ്റെ ഒരു പ്രശ്നവും അതിൽ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ആളുകൾ ഈ പറയുന്ന ആ തെറ്റിദ്ധാരണയിൽ കയറി പിടിച്ച് ഈ ചീത്ത വിളിക്കുന്നത്. കാരണം സ്വന്തം ഒരു പേജിൽ ഈ ഒരു സാധനം പോസ്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത്. നമ്മളതൊരു കൊളാബ് ആക്സെപ്റ്റ് ചെയ്തതാണ്, നമ്മളത് ക്യാപ്ഷൻ വായിച്ചിട്ടില്ലെന്ന് നമ്മൾ ഓരോരുത്തരോടും നമുക്കത് പറയാൻ പറ്റില്ല. പറയുകയാണെങ്കിൽ പിന്നെ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മളത് പറയണം. അത് എനിക്കൊരു അബദ്ധം പറ്റിയാണ്, അങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ കുറേ ആളുകൾ അങ്ങനെയും പറയുന്നുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാധനമുണ്ട്, ഇനിയും തുടർന്നുള്ള നിങ്ങളുടെ ഡൗട്ട്സിൻ്റെ ക്ലാരിഫിക്കേഷൻസ് തുടർന്ന് വരുന്ന ഇൻ്റർവ്യൂസ് കണ്ടാൽ മതി, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അത് നമ്മൾ ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇതെന്താണെന്ന് നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ്, ചിലപ്പം കല്യാണമാണോ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ അങ്ങനെയൊക്കെ ചോദിച്ചവരുണ്ട്, സീരിയലോ സിനിമയോ അങ്ങനെ എന്തെങ്കിലും. അപ്പം ഇതെന്താണെന്നുള്ളത് ഞങ്ങൾ പറയാം എന്നുള്ളതാണ് അവിടെ മീൻ ചെയ്തത്. പക്ഷെ ഇവര് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഇന്റർവ്യൂ എടുത്തു വെച്ചിട്ട്, അതായത് സാധനം റിലീസ് ആവുന്നതിന് മുമ്പേ നമ്മൾ ഇന്റർവ്യൂ കൊടുത്തിട്ട് എൻ്റെ എന്താ പറയുന്നത് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു സാധനം ഇതുവരെ എങ്ങും ഞാൻ കൊടുത്തില്ല. പല ആളുകളും വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മെന്റലി ഞാൻ ഇന്റർവ്യൂ കൊടുക്കാൻ ഞാൻ ഒട്ടും പ്രിപ്പയർ. ഇപ്പൊ പോലും ഞാൻ ഇന്നത്തെ ഈ ഒരു തിരക്കും എല്ലാം ആയിട്ട് നല്ല ബിസി. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്റർവ്യൂവിന് വരണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവർ ഈ പറഞ്ഞിരിക്കുന്ന സാധനം എല്ലാം കൂടെ കേട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് ഓവർകം ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നിരന്തരം ഒരു ചീത്തവിളി കേൾക്കണ ആരായാലും തകർന്നു പോകും. അതെ അതിന്റെ ഇടയിൽ വരുമ്പോൾ അതെങ്ങനെയാണ്? അല്ല ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ല നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലാരിറ്റി വേണ്ടവർക്കല്ലേ ക്ലാരിഫിക്കേഷൻ വേണ്ടവർക്ക് നമ്പർ വിളിച്ച് ചോദിക്കാം. ഇനി അടുത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇപ്പം എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറയേണ്ട ആവശ്യം, കാരണം ഞാൻ പറഞ്ഞില്ലേ സിനിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിലോട്ട് എത്തിപ്പെടാൻ നമുക്ക് ഇന്ന് ഉള്ള ഒരു സോഴ്സ് ഇതൊക്കെ തന്നെയാണ്. ഇപ്പോഴത്തെ നമ്മുടെ കത്തി നിൽക്കുന്ന സൂപ്പർ സ്റ്റാർ മമ്മൂക്ക പോലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടല്ലേ വന്നത്. അദ്ദേഹം തുടക്കത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് വന്നത്, നായകനായിട്ടോ വില്ലനായിട്ടോ ഒന്നും അല്ല വന്നത്. അപ്പം അന്ന് അദ്ദേഹം ആ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരാൻ ഒരു പക്ഷേ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുന്നത് ദൂരെ നിന്ന് സിനിമ കാണുന്നതിനേക്കാളും അവിടോട്ട് ചെന്നെത്തുക, അവിടെ അതിലേക്കൊന്ന് കണക്റ്റ് ആവുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം, പിന്നെ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റും എല്ലാം കാണിക്കാം എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം അതേപോലെ തന്നെ നാളെ ഒരു സമയത്ത് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യാഞ്ഞിട്ടാണ് എനിക്ക് സിനിമ കിട്ടാഞ്ഞതെന്ന് എനിക്കൊരു വിഷമം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ശ്രമിച്ചത്. ഓക്കെ, അപ്പോൾ ശരിക്കും എല്ലാത്തിൻ്റെയും ബാക്കിൽ നമുക്ക് വേണ്ട ഒരു റീച്ച് തന്നെയാണ്. തീർച്ചയായും സിനിമയിലേക്ക് എത്തണമെങ്കിൽ ഇപ്പോൾ ഡോക്ടറെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ കാരണം ആ ഒരു റീച്ചിൻ്റെ ബലത്തിലാണ്. അപ്പോൾ ഒരു സൈഡിൽ ഇപ്പോഴും ഒരു ക്ലാരിഫൈ ചെയ്യാത്തൊരു കാര്യം ഞാൻ ഡോക്ടറോട് ചോദിക്കുന്നത്, ഒന്നോർത്ത് കഴിഞ്ഞാൽ ആ റീച്ച് നമുക്കൊരു വളമായിട്ടുണ്ട്. അപ്പോൾ ഈ ആളുകൾ ചീത്ത വിളിക്കാതിരിക്കുന്നത് എന്തും ആയിക്കോട്ടെ, ആ റീച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വളമായിട്ടുണ്ടെന്ന് നമുക്ക് ഒരു ബോധ്യമുണ്ട്. അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഇത് പ്രശ്നമാവുന്നുണ്ട്, എനിക്ക് ആ റീച്ച് അല്ല, ഇതൊരു ഫോട്ടോഷൂട്ടാണ്, ഇതൊരു അബദ്ധമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ വേണമെങ്കിൽ ഡോക്ടർക്ക് തന്നെ ലൈവിൽ വന്നിട്ട് പറയായിരുന്നു, ആ കോൺടാക്റ്റിലൊന്നും വിളിക്കേണ്ട ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാം, ഇതായിരുന്നു സംഭവം, ഇതൊരു ഫോട്ടോഷൂട്ടായിരുന്നു, നിങ്ങൾ ദൈവത്തോർത്ത് വേറെ രീതിയിൽ വളച്ചൊടിക്കല്ലേ എന്ന് പറയാവുന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ല, നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ഇതെന്തും ഈ പറയുന്നത് എല്ലാം റീച്ചിന് വേണ്ടിയിട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എന്താ പറയുക, ഇതൊരു ഫോട്ടോഷൂട്ടാണെങ്കിലും ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിലും റീച്ചിന് വേണ്ടിയിട്ടാണ്. ആളുകൾ ഇത്രയും ആലോചിക്കുക, ഇതൊരു റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തൊരു പരിപാടിയാണ്, ദൈവത്തോർത്ത് ഇതിൽ കയറിയിട്ട് ഇത് പേഴ്സണലി നമ്മൾ ഇറിറ്റേറ്റ് ചെയ്തെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ല, അങ്ങനെയല്ല. താങ്കൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ലൈവിൽ വന്ന് പറയുന്നില്ല. അങ്ങനെ പറയാൻ വേണ്ടി ഡേ 1 തുടങ്ങി തന്നെ, അതായത് ഒരു ദിവസം ഉച്ചയ്ക്കാണിത് സാധനം ഓൺ എയർ വരുന്നത്, വെരി സെയിം ഡേ തൊട്ട് ഇൻ്റർവ്യൂവിന് വേണ്ടി ചോദിക്കുന്നുണ്ട്. അതായത് കണ്ടന്റ് ഒന്ന് റീച്ചായി ആ ഒരു സമയം തുടങ്ങി ഇൻ്റർവ്യൂവിന് ചോദിക്കുന്നുണ്ട്, ആളുകൾ വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നാളെ തൊട്ട് 2 ദിവസം എറണാകുളമാണ്. അപ്പം ഈ എറണാകുളത്തേക്ക് പോകുന്നത് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ്. അപ്പം ഇവരെല്ലാവരും ചോദിച്ചപ്പോൾ ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് അല്ല. ആ ടൈമില് ഞാൻ പറഞ്ഞില്ല, പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ ഇങ്ങനൊരു സാധനം പ്രതീക്ഷിച്ചില്ല മീൻസ് ഇത് എന്തായാലും റീച്ച് ആവുമെന്ന് 100% ഉറപ്പാണ്. പക്ഷെ ഇങ്ങനെ നെഗറ്റീവായിട്ട് ഈ ലെവലിലേക്ക് ഒരു റീച്ച് പ്രതീക്ഷിച്ചില്ല. അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എങ്കിൽ എനിക്ക് ആ തുടക്കത്തിൽ വന്ന ഇന്റർവ്യൂസ് കൊടുത്താൽ മതിയായിരുന്നു. അവരിപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വിളിച്ചത് പറഞ്ഞ കാര്യം ഇതാണ്, ഞങ്ങൾക്ക് ഫസ്റ്റ് ഇന്റർവ്യൂ വേണം എന്നുള്ള ലെവലിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് അതും കൂടെ പറയാം, അതായത് ഞാനൊരു ഇൻ്റർവ്യൂവിന് 1 ലക്ഷം രൂപ ചാർജ് ചെയ്തിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂ കൊടുക്കുന്നതെന്ന്. അങ്ങനെ വരെ വന്നു. അപ്പം അതുകൊണ്ടാണ് ഓൾറെഡി ഇൻ്റർവ്യൂ റെഡിയാക്കി വെച്ചിട്ടാണ് ഇങ്ങനെ ചാർജ് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷമാണ് ഈ ഫോട്ടോസ് അല്ലെങ്കിൽ ഈ പിക്ചേഴ്സ് പുറത്ത് വന്നതെന്നുള്ളതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്യാപ്ഷൻ അവിടെ വന്നതെന്ന്. ഇനിയും തുടർന്നുള്ള ഇന്റർവ്യൂസ് കമന്റിലാണ് അത് പറയുന്നത്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്ക് തോന്നുന്നു നമ്മുടെ അഖിൽമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് പുള്ളിയുടെ ഇന്റർവ്യൂവിന് 1 ലക്ഷം രൂപയാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടാണ്, താങ്കൾക്ക് അറിയാമല്ലോ ഇതിന്റെ പിന്നിലുള്ള സംഭവം എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അതിനോടൊക്കെ ഒന്നും ഞാൻ പ്രതികരിക്കാൻ പോയില്ല. ഇതാണ് സംഭവം. അപ്പൊ എനിക്ക് അങ്ങനെ ലൈവ് വന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് വെച്ചാൽ അത് മനഃപൂർവ്വം പറയാനല്ല. എങ്കിൽ പിന്നെ ഞാൻ ആ സമയത്ത് ഞാൻ അഡ്വർടൈസ് മീൻസ് ഇത് കൊടുക്കുമായിരുന്നു, ഇന്റർവ്യൂ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചുള്ള ഇന്റർവ്യൂ ആണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എന്താ പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിന്റെ ഒരു സംഭവം, നമ്മളും മനുഷ്യരല്ലേ, കുറച്ചൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മളും തകർന്നു.
എന്തായാലും ഇതിനു മുമ്പ് ഇതേപോലെ ഫോട്ടോഷൂട്ടുകൾ ഏതോ ഒരു ഫോട്ടോഷൂട്ട് ഇങ്ങനെ ചെയ്തു. അതെ അതെ അതെ. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഫോട്ടോഷൂട്ട് അല്ല. അല്ല സോറി, ഇതിനു മുമ്പ് ഇതേപോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ആക്ച്വലി. അത് എന്തിന്റെ ആയിരുന്നു ആ അഡ്വർടൈസ്മെന്റ്? എന്തിന്റെ? ഇത് സിട്ര ബ്യൂട്ടി ക്ലിനിക്. ബ്യൂട്ടി ക്ലിനിക്കിന് ഒരിക്കലും അവർക്ക് ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത്, നമുക്ക് വേറൊരു തരത്തില്, കാരണം അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതൽ ബ്രൈറ്റ്സ് അവരിലേക്ക് എത്തുക, അങ്ങനെയുള്ളതാണല്ലോ അവരുടെ ആവശ്യം. അപ്പം അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ പേജിൽ? അവരുടെ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് കൊളാബ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പേജിലൊന്നും കയറി നോക്കിയില്ല. അവരത് മീൻസ് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, എനിക്കറിയില്ല. ഒരു അഡ്വർടൈസ്മെന്റ് പോലെ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും പേജുകളിൽ? അതിന്റെ എഡിറ്റിംഗ് സെഷൻ ഒക്കെ നടക്കുന്നതേ ഉള്ളൂ. ഫൈനൽ ഔട്ട് അവർ ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആഡ്വേൾഡ് ആണ് ശരിക്കും ഇത് സംഭവം. ഒരു വീഡിയോ ആയിട്ടൊക്കെയാണ് അത് വരുന്നതെന്ന് എന്നോട് പറഞ്ഞത്. അപ്പം അനിലെന്നാണ് അത് എഡിറ്റ് ചെയ്ത അദ്ദേഹത്തിന്റെ പേര്. അപ്പം എനിക്ക് ആ ഫൈനൽ ഔട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു അഡ്വർടൈസ്മെന്റ് റിലീസ് ആവുന്നതിന് മുമ്പാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അതെ അതെ അതെ. ശരിക്കും അല്ല, വേറൊരു കാര്യമുണ്ട്, സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് പോസ്റ്റർ കണ്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വരാറില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെ അതിനെ തരം താഴ്ത്തി കാണണ്ട. ഓക്കെ ഓക്കെ. അല്ലോ ഒരിക്കലും നമ്മൾ ഇതിന്റെ ഇതാക്കി പറയുന്നതല്ല, ഞാൻ പറയുന്ന ആളുകളുടെ പ്രതികരിക്കാനുണ്ടായതിന്റെ സാഹചര്യം ഞാൻ ഈ ആലോചിക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും അപ്പം ആ ഒരു കണ്ടന്റ് എന്താണെന്ന് ആളുകൾ കയറി നോക്കാനുള്ള ഒരു ചാൻസ് ഇനിയിപ്പോ അഡ്വർടൈസ്മെന്റ് എന്തായാലും വരുമ്പോഴത്തേക്കും അതിലേക്ക് റീച്ച് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഇതെല്ലാം ഒരു എന്താ പറയാ, അതെ എല്ലാം സംഭവിക്കുന്നതാണ് ഇതിന്റെ ഇടയിലൂടെ. അത് കാര്യങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കി മുമ്പോട്ട് പോകണമെന്നുള്ളൂ. അതെ. പക്ഷേ ഈ പറഞ്ഞതുപോലെ തെറ്റിദ്ധാരണ വന്നത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ടീമിന്റെ പ്രശ്നമുണ്ട്, ഓഫ് കോഴ്സ് ഉണ്ട്, അത് ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ സൂസന്റെ കാര്യം ഇടയ്ക്ക് അത് ചോദിച്ചിരുന്നില്ലേ, അവിടെ ഞാനൊരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് കൊടുത്ത ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കാൻ ഒരു റീസണും അതും കൂടിയാണ്. അതായത് സൂസനുമായിട്ട് അതൊരു ഫോട്ടോഷൂട്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ടിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് രേണുവിൻ്റെ പ്രശ്നം പറയുന്നത് ഞാൻ രേണുവിനെ ഫോക്കസ്ഡ് ആണ് എന്നുള്ള ലെവലിലാണ് പറയുന്നത്. ഒരിക്കലും ഇത് രേണുവിനെ ഫോക്കസ്ഡ് അല്ല. ഞാൻ പറഞ്ഞില്ലെങ്കിൽ അനുവിനെ പോയി കോണ്ടാക്ട് ചെയ്യില്ല. അപ്പോൾ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞത്, സൂസൻ്റെ ഫോട്ടോഷൂട്ടിലും സൂസൻ ആയിരുന്നില്ല, സിനി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റാണ് ഇവിടെ കഴക്കൂട്ടത്തുള്ള. അവരിപ്പോൾ സിനിമയിലൊക്കെ കുറച്ച് സജീവമാവാൻ ശ്രമിക്കുന്നുണ്ട്. സിനി എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ടാണ് അത് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. സിനിയുടെ ഹസ്ബൻഡ് എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റ് ഷൂട്ടെല്ലാം പ്ലാൻ ചെയ്ത് കൺഫേം ചെയ്തപ്പോൾ അവർ മാറി. അതായത് ഹസ്ബൻഡ് നോ പറഞ്ഞു, ചെയ്യണ്ട, കാരണം അവർ മാരീഡ് ആണല്ലോ, കുട്ടിയുണ്ട്, അപ്പോൾ ഇനി ഡിവോഴ്സ് ആയിട്ട് വേറൊരാളെ ആളുകൾ ഇത് ഒരു ഫോട്ടോഷൂട്ടായിട്ട് കൺസിഡർ ചെയ്യത്തില്ല എന്നുള്ള ലെവലിലാണ് അത് അവർ മാറിയത്. അപ്പോൾ സൂസനെ ഒന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷെ അപ്പോൾ അതിനു മുമ്പേ സൂസൻ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ സൂസൻ എന്നെ ഫോൺ ചെയ്തപ്പം ഞാൻ എപ്പോഴും ഭയങ്കര ചിരിച്ച് കളിച്ച് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സൂസന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്ത് പറ്റി, ഭയങ്കര ഡള്ളായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ സ്ലിപ്പായി പോയി, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയി. നടക്കുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തൊരു സാധനം നടക്കാതെ പോയപ്പോൾ അപ്പോൾ സൂസൻ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പുതിയൊരാളെ നോക്കണം, അപ്പടിയാണ് ഇപ്പടിയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചു. സൂസൻ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു സൂസൻ റെഡിയാണെങ്കിൽ എനിക്ക് എന്താ കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, നമുക്ക് ചെയ്യാവുന്ന. അങ്ങനെയാണ് അതിലേക്ക് സൂസൻ വരുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂസൻ്റെ ആ ഫസ്റ്റ് നമ്മൾ 2019 ചെയ്തു. അത് നമ്മൾ വിവാഹത്തിൻ്റെ ആ ഒരു ഏരിയ കവർ ചെയ്തില്ല എന്ന്. നമ്മൾ സേവ് ദ ഡേറ്റ് മാത്രമായിരുന്നു ചെയ്തത്. അതിൽ ശരിക്കും പറഞ്ഞാൽ സേവ് ദ ഡേറ്റ് ഭയങ്കരമായിട്ട് റീച്ചായി ഇങ്ങനെ ഒരു പബ്ലിസിറ്റി എല്ലാം വന്നതിന് ശേഷം പിന്നെ 2020 നവംബറിൽ എന്തോ ആണ് 2019 അത് ചെയ്യുന്നത്. 2020 ആയപ്പോഴത്തേക്കും സൂസൻ നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ, ഈ സാധനങ്ങൾ ഇങ്ങനെ സംസാരിച്ച് വന്നപ്പോൾ സൂസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ആ സമയത്ത് സൂസൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ എൻ്റെ വിവാഹം നടക്കുമെന്ന് എനിക്കറിയില്ല, എനിക്ക് എന്നെ വിവാഹ വേഷത്തിൽ കാണണം എന്നൊരാഗ്രഹമുണ്ട്, നമുക്ക് മറ്റേ ആ ഒഴിവാക്കിയ സാധനം ചെയ്യാമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സൂസൻ വൺസ് റെഡി ആണെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. അത് 2020 നമ്മുടെ കല്യാണം എന്നുള്ള രീതിയിൽ വൈറലായി. ഞാൻ അവിടെ എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ട്. അതായത് ഞാൻ മുമ്പ് കൊടുത്തൊരു ഇൻ്റർവ്യൂ എടുത്തു വെച്ചിട്ട് കുറേ ആളുകൾ ഈ പറഞ്ഞ പോലെ നെഗറ്റീവ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും എൻ്റെ ഫേസ്ബുക്ക് പേജ് വഴിയാണ് അത് ഞാൻ ഔട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോഴും കയറി നോക്കിയാൽ കാണാം. ഇത് ഒരു കൺസെപ്റ്റ് ഫോട്ടോഷൂട്ടാണ്. ഞങ്ങൾ രണ്ടുപേരും മോഡൽസ് ആണ്. ട്രിവാൻഡ്രം ആണ് ലൊക്കേഷൻ. ഫോട്ടോ ഫാക്ടറി ആണ് ഇത് ചെയ്തിരിക്കുന്നത്. അജയ്കുമാറാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത്. ഇങ്ങനെ എല്ലാം വ്യക്തമായിട്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറിത്തിങ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ FB പേജിൽ നോക്കിക്കഴിഞ്ഞാൽ, അത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിട്ടില്ല, FBയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കാണാം. ഇതിന് ശേഷം ആളുകൾ ഈ ഫോട്ടോ മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് പല പേജുകളുണ്ടല്ലോ, ഒരുപാട് പേജുകളുണ്ട്. ഈ പേജുകളിലെല്ലാം പലതിലും
ഫോട്ടോസ് കൊണ്ട് അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ വിവാഹിതരായി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇവരാരും നമ്മളെ വിളിച്ചൊന്നും ചോദിക്കുന്നില്ല, ഇത് നിങ്ങൾ ഫോട്ടോഷൂട്ടാണോ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ വിവാഹിതരായോ, ഇതൊന്നും ചോദിക്കുന്നില്ല. ക്ലാരിറ്റി അന്ന് കൊടുത്തിരുന്നു, വ്യക്തമായിട്ട് കൊടുത്തിരുന്നു. അത് ഇപ്പോഴും ആ പോസ്റ്റിന് ഒരു മാറ്റം ഇല്ല. എനിക്ക് ഡിലീറ്റ് ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ ഉള്ള പോസ്റ്റ് ഡിലീറ്റ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ക്യാപ്ഷൻ മാറ്റിക്കൂടെ, എന്താണ് എനിക്ക് മാറ്റാൻ പറ്റില്ലേ? പക്ഷെ എന്നിട്ട് ഞാനത് ചെയ്യാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നും ഇതേ സംഭവം തന്നെയാണ്. ഇവരാണ്, അതായത് ഒരുപാട് സോഷ്യൽ മീഡിയ പേജുകളുണ്ട്. എൻ്റെ പേജിൽ അല്ലെങ്കിൽ എൻ്റെ FBയിൽ എനിക്ക് കിട്ടുന്ന വ്യൂവർഷിപ്പ് ചിലപ്പം 1 ലക്ഷം അല്ലെ 10 ലക്ഷം ആണെങ്കിലും മറ്റേ പേജുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്യനാണോ, ഒരു 1 അവറിൽ അല്ലെങ്കിൽ 2 അവേഴ്സിൽ മില്യനാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ ആളുകളിലോട്ട് അങ്ങനെ അതങ്ങ് രജിസ്റ്റർ ആയി. അപ്പോൾ രജനീഷ് ചേട്ടൻ എൻ്റെ ABC മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു. അപ്പോൾ രജനീഷ് ചേട്ടൻ ഈ കണ്ടന്റ് എന്നോട് ചോദിച്ചു, അതായത് ഇത് കൂടുതൽ ആളുകളിലേക്ക് കല്യാണം എന്നാണല്ലോ റീച്ച് ആയത്, ഇതെങ്ങനെയാണ് കല്യാണം എന്ന് റീച്ച് ആയതെന്ന്. അപ്പം ഞാൻ അവിടെ പറഞ്ഞ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപ്ഷൻ്റെ പ്രശ്നമാണെന്ന്. ഞാൻ പറഞ്ഞ ക്യാപ്ഷൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഞാനിട്ട ക്യാപ്ഷൻ നല്ല, ഞാൻ മീൻ ചെയ്തത് ഈ മറ്റ് പേജുകൾ ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് ഞങ്ങൾ വിവാഹിതരായി എന്ന് പറഞ്ഞ് ഇട്ട ക്യാപ്ഷനാണ് പ്രോബ്ലം എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവരിതെടുത്തിരിക്കുന്ന ഇപ്പം ആ പഴയ ഇൻ്റർവ്യൂ എടുത്ത് വെച്ചിട്ട് ഇവർ ഈ സാധനം മാത്രം എടുത്തിട്ട് ഇട്ട ക്യാപ്ഷൻ്റെ പ്രോബ്ലം ആണെന്ന് ഇത് ഇയാൾ തന്നെ പറയാണ്. എന്നാൽ പിന്നെ ഇയാൾക്ക് ക്യാപ്ഷൻ ഇട്ടപ്പോൾ അങ്ങ് കറക്റ്റായിട്ട് ഇട്ടാൽ പോരെ. ഞാൻ എൻ്റെ പേജിൽ കറക്റ്റായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് എന്താ പറയുന്നത്, നമുക്ക് ക്ലാരിറ്റി കൊടുക്കാൻ പറ്റുന്ന, പക്ഷേ ഒരാൾ ചോദിക്കുമ്പം അവരോട് പറയുന്ന മറുപടി ആയിരിക്കും. നമുക്കിപ്പോൾ ഒരാളെടുത്ത് പറഞ്ഞു, അങ്ങനെ എത്ര പേർക്ക് നമുക്ക് ഇങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റും? തെറ്റിദ്ധാരണകളാണ് എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ, തെറ്റിദ്ധാരണകളാണ് പ്രശ്നം. പിന്നെ സൂസനെ സംബന്ധിച്ചിടത്തോളം സൂസന് കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ട് സർജറി ഓഫർ ചെയ്തു, പ്ലാസ്റ്റിക് സർജറി ഓഫർ ചെയ്തു. അത് ഇതിന്റെ ബേസിൽ വന്നതാണ്. സൂസന്റെ പോപ്പുലാരിറ്റിയാണ് സൂസന്റെ ലൈഫ് തന്നെ മാറ്റി മറിച്ച ഒരു വിവാഹം പോലും. അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ്സ് അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സൂസനെ ഇതിലേക്ക് എന്തിനാ വലിച്ചഴക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവര് നന്നായിട്ട് ഒരു ഫാമിലി ലൈഫ് ലീഡ് ചെയ്തുകൊണ്ട് ഇപ്പോഴും എന്റെ സുഹൃത്താണ്, ഇത് കണ്ടിട്ട് എന്റെ അടുത്ത് വിളിച്ചിട്ട് വളരെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരാളെ ഇതിലോട്ട് വലിച്ചഴക്കുന്നത് എന്തിനാണ്? ഇതാണ് അതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഒരൊറ്റ കാര്യം കൂടി, ഇപ്പൊ ഡോക്ടറാണെന്ന് പറഞ്ഞില്ലേ, അത് ഏത് മേഖലയിൽ? ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. അതായത് എന്താ പറയുന്നത്, മനഃശാസ്ത്രജ്ഞൻ എന്ന് നമ്മൾ പറയില്ലേ, ഞാനൊരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു എന്താ പറയുന്നത്, പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ മൈൻഡിനുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ലെവലിൽ നിന്നിട്ട് നമ്മൾ തിരിച്ച് പിടിച്ച് കയറി വരാൻ പറ്റുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പേര് നെഗറ്റീവ്സ് പറയുമ്പോൾ വളരെ അടുത്ത് നമ്മളെ അറിയാവുന്ന ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതിലെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എനിക്ക് തന്ന ഒരാൾ രേണുവാണ്. രേണു എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചേട്ടാ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, എനിക്കില്ലാത്ത ടെൻഷനാണോ നിങ്ങൾക്ക്? അപ്പം രേണുവിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയ ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു ഓരോ സാധനങ്ങൾ കാണുമ്പോഴും രേണു കാണുമ്പോൾ അതെനിക്ക് ഷെയർ ചെയ്യാറുണ്ട്, ഞാൻ കാണുമ്പോൾ രേണുവിനും ഷെയർ ചെയ്യാറുണ്ട്. ഇത് കണ്ടതിന് ശേഷം അവർ ഫ്രീ ആകുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഫ്രീ ആകുമ്പോഴോ, ഇപ്പം നമുക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വോയിസ് മെസ്സേജ് ത്രൂ, ചേട്ടാ ഇങ്ങനൊരു സാധനം കണ്ടു, ഇനിയിപ്പോൾ ഇത് കണ്ടു എന്നിട്ട് എന്നെ കളിയാക്കും, എന്താണ് കെട്ടിയോണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കും, ഭയങ്കരമായിട്ട് കളിയാക്കും. അപ്പം അവരങ്ങനെ ചെയ്യുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വർക്ക് കഴിഞ്ഞ് അവർ പോയി, അവരൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. അതായത് നമ്മളിപ്പം നമ്മളെ ഒരു വർക്കിന് വിളിക്കുന്നു, ഇപ്പം എന്നെ ഒരു വർക്കിന് വിളിച്ചിട്ട് നമുക്ക് പേയ്മെന്റ് തന്ന ആ വർക്ക് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് ക്ലാരിറ്റി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് വെക്കണോ വേണ്ടോ എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. രേണു ആ ഫ്രണ്ട്ഷിപ്പ് വെച്ച് അത് ഇത്രയും ഒരു സപ്പോർട്ട് തരിക എന്ന് പറഞ്ഞാൽ ശരിക്കും രേണു ആണ് അങ്ങനെയെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്നതിൻ്റെ 100 ഇരട്ടി എന്നെ പറയേണ്ടത്. നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് എൻ്റെ ജീവിതം തൊലച്ചതെന്നല്ലേ പറയേണ്ടത്. പക്ഷെ ആ കുട്ടിയൊന്നും അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള ഒരു എന്താ പറയുന്നത്, സപ്പോർട്ട് തരുന്ന വളരെ നല്ല സുഹൃത്തുക്കൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ മീഡിയയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളുണ്ട്, നമുക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. ഇതിൻ്റെ ഇടയിൽ വരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് IDs എന്ന് വരുന്ന കുറച്ച് നെഗറ്റീവ് സാധനങ്ങൾ, ആ സാധനങ്ങൾ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഈ ഇൻ്റർവ്യൂവിൻ്റെ താഴെ തന്നെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ പറയും ഓ ഇവൻ ഇങ്ങനെയാണ് ഇവൻ അങ്ങനെയാണെന്ന് പറയും. നമുക്കതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോവുക, നമ്മുടെ ലക്ഷ്യം എന്താണോ അതിലേക്ക് നമ്മൾ റീച്ച് ആവുക, അത്ര തന്നെ. ശരിക്കും രേണുവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? രേണുവിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ്. കാര്യം സോഷ്യൽ മീഡിയ, ഞാൻ രേണുവിനെ നേരിട്ട് കാണുന്നതിന് മുമ്പ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ കേൾക്കുമ്പം നമുക്ക് ആ ഒരു ഇതുവരെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ്.
എനിക്ക് രേണുവിനെ കുറിച്ച് അങ്ങനെ ഒരു നെഗറ്റീവും പറയാം. പക്ഷേ കാര്യം എനിക്ക് പറയാനുള്ളത് അവരൊരിക്കലും നെഗറ്റീവ് ചെയ്തിട്ടില്ല. പക്ഷെ സോഷ്യൽ മീഡിയ ആളുകളാണ് അവർക്ക് നെഗറ്റീവ് ആക്കിക്കുന്നത് പല രീതിയിൽ കൂടി. അല്ല, രേണുവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് രേണു മുഖത്ത് നോക്കി കാര്യം പറയും. അതായത് ഇപ്പൊ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ആരോടാണെങ്കിലും, ഇവൻ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിലും ഞാൻ ചോദിച്ചിട്ട് രേണുവിന് നോ ആണെങ്കിൽ സ്പോട്ടിൽ നോ പറഞ്ഞിരിക്കും. നമ്മളെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യും. തീർച്ചയായും നമ്മൾ ചിലപ്പം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തിരിച്ച് പറഞ്ഞ് കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യം തോന്നും. പക്ഷെ ആ കുട്ടിയെ മോൾഡ് ചെയ്യപ്പെട്ടത് അങ്ങനെയാണ്. അതായത് ഒരുപാട് ആളുകൾ അതിനെ എന്താ പറയുന്നത്, പലതരത്തിൽ മിസ്യൂസ് ചെയ്യും. മിസ്യൂസ് ഇൻ ദ സെൻസ് സെക്ഷൽ അബ്യൂസ് ഒന്നും അല്ല ഞാൻ പറയുന്നത്. പലതരത്തിൽ അവരെ മാർക്കറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതാണ് അതിന്റെ ഇൻകം സോഴ്സ്. വേറെ ജോലിയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നാടകവും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത് മീഡിയ ആണ്. ശരിക്കും പറയാം, ഇപ്പോൾ ഒരു കല്യാണം, ഒരു ഹസ്ബൻഡ് മരിച്ച ഒരു സ്ത്രീക്ക് ഇങ്ങനെയുള്ളൊരു ഫോട്ടോഷൂട്ടുകൾ പരിപാടികളൊന്നും ചെയ്യാൻ പാടില്ല എന്നാണോ ശരിക്കും നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ പറയുന്നത്? സമൂഹത്തിന്റെ ഒരു വിഭാഗം, അത് ഞാൻ പറഞ്ഞില്ലേ, ആളുകൾ ഇതെങ്ങനെ എടുക്കുന്നു എന്നതുപോലെ ഇരിക്കും. അതിനെ ഒരു വർക്കായിട്ട് കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു പ്രശ്നമല്ല. ഇനി ഏത് ക്യാപ്ഷൻ ഇട്ടാലും ഏത് കോസ്റ്റ്യൂം ഇട്ടാലും, ഇനി സ്വിമ്മിങ് സൂട്ടിൽ പോയി നിന്നെന്ന് പറഞ്ഞാൽ അവരൊരു വർക്ക് ചെയ്തു, അവർക്ക് അതിന്റെ റെമ്യൂണറേഷൻ കിട്ടി, അവർ ഹാപ്പി. അങ്ങനെ നോക്കുന്ന ആളുകളാണ്. പക്ഷെ വേറെ ഒരു വലിയ വിഭാഗമുണ്ട്. അത് എനിക്ക് തോന്നുന്നു മീഡിയക്ക് വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ട് കിട്ടാത്ത കുറച്ച് ആളുകളുണ്ട്. അതായത് ഭയങ്കരമായിട്ട് ഭയങ്കര ഫേമസ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ട് അവർക്ക് ആവാൻ പറ്റാത്ത എങ്ങും എത്താൻ, എന്നാൽ അവർക്ക് ഇതിനൊന്നും മെനക്കെടാനും വയ്യ, അവർക്ക് ആവുകയും വേണം, ആഗ്രഹമുണ്ട്. പക്ഷെ അത് നടക്കാതെ പോകുന്ന ആളുകളുടെ ഒരു അങ്ങനത്തെ ആളുകളാണ് എനിക്ക് തോന്നുന്നു കൂടുതലും ഇങ്ങനെയുള്ള കമന്റുകളുമായിട്ട് വരുന്നത്. കാരണം എനിക്ക് തന്നെ പേഴ്സണലി അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട് അങ്ങനെയുള്ളവർ. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിരിച്ച് പറയുകയും സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുകയും നമ്മൾ മാറിക്കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് വളരെ മോശമായിട്ടും പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ റീച്ച് കാണുമ്പം അവർക്ക് സ്വാഭാവികമായിട്ട് അസൂയയാണ്. ഞാൻ എൻ്റെ കാര്യമല്ല പറയുന്നത്, വ്യക്തിപരമായിട്ട് ഓരോ ആർട്ടിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഇതെല്ലാ മേഖലയിലും ഉള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഫീൽഡിൽ ഇതിൻ്റെ ഒരു ഹൈക്ക് കുറച്ചും കൂടെ കൂടുതലാണ്. ഈ അസൂയ, കുശുമ്പ് എന്ന് പറയുന്ന സാധനം കുറച്ചും കൂടെ കൂടുതലാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ രേണുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു മോശവും പറയാനില്ല. അവർ അവരുടെ കാര്യങ്ങൾ നോക്കി. കാരണം ചോദിക്കുന്നത് കറക്റ്റ് തന്നെയാണ്. രേണു ഇപ്പം വീട്ടിൽ പിന്നെ കുട്ടികൾക്ക് ചോറും കറിയും വെച്ചുകൊണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആര് കൊടുക്കും ചിലവിന്? ആരും കൊടുക്കില്ല. ഒരു നേരത്തെ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാനോ പാല് വാങ്ങിക്കാനോ ഒന്നും ആരും പൈസ കൊടുക്കത്തില്ല. പിന്നെ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും. ഇപ്പം ഞാനോ താങ്കളോ കൊടുക്കുവാണെങ്കിൽ ഒരു ദിവസം അല്ലെ ഒരു നേരം നമ്മൾ കൊടുക്കും, ഇല്ലേ? അല്ലാതെ പിന്നെ നമ്മൾ കൊടുക്കുമോ? കൊടുക്കില്ല, ആരും കൊടുക്കത്തില്ല. ശരി, രേണുവിൻ്റെയും കുട്ടികളുടെയും മുഴുവൻ പൈസ അല്ല അവരുടെ ചിലവുകളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞാൽ ആര് വരുന്നുണ്ട്? ഈ കമൻറ്റ് ഇട്ട ഒരാൾ വരുന്നുണ്ടോ? വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും പുതിയ പുതിയ ഐഡിയകളൊക്കെ മനസ്സിൽ വരട്ടെ. തീർച്ചയായിട്ടും ഇതുപോലെ അഡ്വർടൈസ്മെൻറ്റും പരിപാടികളെല്ലാം ചെയ്യട്ടെ. ഇപ്പം നേരത്തെ പറഞ്ഞ ആ ഒരു കുട്ടിക്ക് ആ ഒരു ഒറ്റ ആഡ് കൊണ്ട് ലൈഫിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലുള്ള നല്ല നല്ല തീമുകൾ കൊണ്ടുവന്ന് ഇതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. എന്തായാലും വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കുറച്ച് ക്ലാരിറ്റി വരുത്താറുണ്ടായിരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആശംസകൾ നേരുന്നു. ഒരുപാട് മുമ്പോട്ട് പോകട്ടെ. ധൈര്യമായിട്ടും എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം. വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.